إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അറിയാത്തവർ ആരുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതത്തിൻ്റെ തേട്ടമാണ് അവൻ്റെ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. കാരണം അവന് അല്ലാഹു നൽകിയ ഈ നൈമിഷികമായ ഈ വഞ്ചനയുടെ ചരക്കായ ഒന്നിലും പ്രതീക്ഷ വെക്കാൻ നമുക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ സ്ഥായിയായ ഒരു അവസ്ഥയില്ലാത്ത ഈ ദുനിയാവ് അവിടെ കുറച്ചു കാലം കഴിച്ചുകൂട്ടി മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ലോകത്തേക്ക്, ജീവിതത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ, പാഴായി പോകാതിരിക്കാൻ അവന് ഏറെ കരണീയമായിട്ടുള്ളത് മരണത്തെക്കുറിച്ച് ഓർക്കുകയാണ് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഇന്നഹു വാഇദുൽ ഖുലൂബ് വസാജിറു അനിൽ ദുനൂബ്. മരണം എന്ന് പറഞ്ഞാൽ ഓരോ മരണങ്ങൾ കാണുമ്പോൾ, ജനാസയുടെ കൂടെ പോകുമ്പോൾ, മയ്യത്ത് നമസ്കരിക്കുമ്പോൾ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, കഫൻ ചെയ്യുമ്പോൾ ഒക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിന് അത് വല്ലാത്തൊരു തട്ടലുണ്ടാക്കും. ഹൃദയത്തിന് അത് വലിയൊരു വാഇലാണ്, ഉപദേശകനാണ്. തനിക്കും ഇതുപോലെ മരിക്കേണ്ടതുണ്ട്,
അതേപോലെ തന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടവനാണ് എന്ന ചിന്ത ഉണ്ടാക്കും. അതേപോലെ തന്നെ വസാജിറു അനി ദുനൂബ്, ആ ചിന്ത കൊണ്ട് ജീവിക്കുന്നതിലല്ല അർത്ഥം. തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ, ഹറാമുകളിൽ നിന്നും മുക്തമായി ജീവിക്കാൻ അവന് അത് സഹായിക്കുകയും ചെയ്യും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ സുഖങ്ങളെയും ആഡംബരങ്ങളെയും രസങ്ങളെയും രസം കൊല്ലിയായിട്ടുള്ള മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്നാ പറഞ്ഞത്. ഓർക്കണമെന്നല്ല, അക്സിറു. കസീർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ അക്സർ സൂപ്പർലേറ്റീവ് ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഒരു മനുഷ്യന് എവിടെ നിന്നാണ് മരിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് മണ്ണിൽ നിന്ന്, അത് അന്തരീക്ഷത്തിൽ നിന്നാണെങ്കിൽ അവിടെ, ഭൂമിയിൽ നിന്നാണെങ്കിൽ അവിടെ, വെള്ളത്തിൽ നിന്നാണെങ്കിൽ അവിടെ, അള്ളാഹു ജഅല ലഹു ഹാജ, അവിടെ എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണം ഉണ്ടാക്കും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നാനോ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന പ്രശ്നമില്ല എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ മരണം പുൽകുക എന്നുള്ളത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടമില്ലാത്ത അതിഥിയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, വജാഅത്ത് സക്രത്തുൽ മൗത്ത്, ആ മരണവേദന, മരണത്തിൻ്റെ ആസ്വാദനം നിങ്ങളിലേക്ക് വരുന്നു. ബിൽ ഹക്ക്, അത് യാഥാർത്ഥ്യമാണ്. മരണത്തിൻ്റെ സക്രാത്തുൽ മൗത്ത് ഓരോ മനുഷ്യനെയും പിടികൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദാലിക മാ കുൻത മിൻഹു തഹീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ദാലിക, അതത്രേ, മാ കുൻത മിൻഹു തഹീദ്, നീ അതിൽ നിന്നും ഒളിച്ചോടി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന മരണം. ഓരോ മനുഷ്യനും, സൂറത്തുൽ ഖാഫിലാണല്ലോ പഠിപ്പിക്കുന്നത്, ഓരോ മനുഷ്യനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. മരണത്തെ ആർക്കും ഇഷ്ടമല്ല, മരണം പുൽകാൻ ആരും തയ്യാറുമല്ല. കാരണം ഒരുപാട് ആഗ്രഹങ്ങൾ മനുഷ്യന് ദുനിയാവിൽ നിറവേറ്റാനുണ്ട്. ദാലിക മാ കുൻത മിൻഹു തഹീദ്, നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ആ മരണം, ആ മരണത്തിൻ്റെ പിടുത്തം, അതിൻ്റെ കരാളഹസ്തങ്ങൾ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് ഹക്കാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഇന്നഹൽ ഹഖീഖത്തുൽ കുബ്ര, പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? മരണമെന്നാണ്. ഒരു മനുഷ്യ, നീ നിന്റെ ദാരിദ്ര്യമൊക്കെ നീങ്ങി, നല്ല ഈ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, കഷ്ടപ്പാടുള്ള ജീവിതമൊക്കെ മാറി ഒരു നല്ല പകൽ നിനക്ക് വരും, ശാന്തമായ ഒരു ജീവിതം വരും എന്നൊരാളോട് നമുക്ക് പറയാൻ വയ്യ, പ്രതീക്ഷിക്കാൻ വേണ്ടി പറയാം. അതേപോലെ തന്നെ നീ ഒരു കല്യാണം കഴിക്കും, അതേപോലെ തന്നെ നീ നല്ല ജോലി കരസ്ഥമാക്കും, നിനക്ക് നിനക്ക് ഉണ്ടാകും, അതേപോലെ തന്നെ നല്ലൊരു വീട് കരസ്ഥമാക്കും, നല്ലൊരു വാഹനം വാങ്ങിക്കും എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. എന്നാൽ ഒരു മനുഷ്യൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഏതൊരു മനുഷ്യനും, ഏതൊരു ആണിനോടും പെണ്ണിനോടും അതേപോലെ തന്നെ യവനോടും പറയാൻ പറ്റുന്ന കാര്യമാണ്, നീ നാളെ മരിക്കും എന്നുള്ളത്. മരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനാണെന്നോ പെണ്ണെന്നോ ഭരണാധികാരിയെന്നോ ഭരണീയനെന്നോ ഒരു വ്യത്യാസവുമില്ല, സമ്പന്നനെന്നോ ഒരു വ്യത്യാസവുമില്ല. കുറെ പ്രതീക്ഷയുള്ള ആളാണ്, അതുകൊണ്ട് കുറച്ച് കാലം നീട്ടിക്കൊടുക്കാം, അങ്ങനെയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഇന്നഹൽ ഹഖീഖത്തുൽ കുബ്ര ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. കുല്ലു ഹയ്യിൻ യഫ്സയഫ്ന, എല്ലാ മനുഷ്യന്മാരും ജീവിതം കൊടുത്തിട്ടുള്ള മനുഷ്യന്മാർ എന്നല്ല, എല്ലാ ജീവനുള്ളതും അത് നശിക്കുക തന്നെ ചെയ്യും. ഒകുല്ലി ജദീദിൻ സയുബ്ല, എല്ലാ പുതിയതും അത് നശിക്കാനുള്ളതാണ്. വമാഹിയ ഇല്ലാ ലഹ്ദ വാഹിദ ഫീ മിസ്ല ഗംളത്തിൽ ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് എല്ലാം അവസാനിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര പെട്ടെന്നുള്ള മരണങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന മിൻ ഇഖ്തറാബി സാഅ അൻ യദ്ഹറൽ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ, ദശക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ വലിയ വലിയ ആക്രമണങ്ങളിലൂടെയും അതേപോലെ തന്നെ വാഹനാപകടങ്ങളിലൂടെയും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും ഒക്കെ ധാരാളമായി ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. നോക്ക് നിങ്ങൾ, ഒരു വിമാനാപകടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 250 താഴെ ആളുകൾ എല്ലാവരും മരിച്ചു എന്ന് പറയുന്നു, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് സമ്പന്നനായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ വലിയ ജോലിയും വലിയ ഒരുപാട് പ്രതീക്ഷയും ഒക്കെയുള്ള ആളുകൾ, കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥാവിശേഷം. ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ഏറ്റവും എല്ലാവിധ കപ്പാസിറ്റിയുമുള്ള, സാധാരണ നിലക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത വിമാനം പൊന്തി അല്പ സെക്കൻഡുകളായിട്ടുള്ളൂ. എല്ലാവിധ അതിൻ്റെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എല്ലാം ചെക്ക് ചെയ്ത്, അതിൻ്റെ യന്ത്രത്തിൻ്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്ത്, അത് ഫിറ്റാണോ എന്ന് ചെക്ക് ചെയ്ത്, ഇന്ധനമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത്, എല്ലാം റെഡിയാണെന്ന് ഉറപ്പുവരുത്തി വിമാനം, അതിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരെല്ലാം ഉണ്ട്, എല്ലാം ഓക്കെയാണ്, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് പറന്നുയർന്ന് നിമിഷങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയാണ്. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, മൃതദേഹങ്ങൾ പോലും ആരുടേതാണ് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഈ നിലക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കാണിച്ചു തരികയാണ്. പല നിലക്കുമുള്ള മരണങ്ങൾ. അള്ളാഹുവിൻ്റെ ഖദർ, ഒരു മനുഷ്യൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ, അള്ളാഹുവിൻ്റെ കണക്കാക്കൽ, ഈ കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെയും നിങ്ങളുടെയും ഖദർ, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ഖദർ, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെയും 50,000 വർഷം മുമ്പ് തീരുമാനിച്ചതാ. അതിൻ്റെ സമയമായുമ്പോൾ നടക്കും. നിങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിൽ വന്നിരിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരണം, അതേപോലെ തന്നെ നിങ്ങൾ എന്നെ കേൾക്കണം, ഞാൻ നിങ്ങളെ കാണണം. അന്ന് നിങ്ങൾ ഇരിക്കുന്ന കോലം, അന്ന് നിങ്ങൾ ഏത് നിലക്കാണ്, നിങ്ങൾക്ക് അന്ന് എത്ര വയസ്സായിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ തലയിൽ എത്ര മുടി ഇന്ന് നരച്ചിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഇട്ടിട്ടുള്ള വസ്ത്രം ഏതായിരിക്കും, നിങ്ങൾ അന്ന് കഴിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല, മലിക്കുൽ ജബ്ബാറായ നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ കാര്യങ്ങളും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും തെറ്റുന്ന പ്രശ്നമില്ല എന്നർത്ഥം. അതേ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ നോക്ക് നിങ്ങൾ, അത്ഭുതകരമാണ്. ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. എല്ലാം തകർന്ന് തരിപ്പണമായി. അത്ര വലിയ സ്ഫോടനമാണ്. കാരണം നമുക്കറിയാം, ഒരു വിമാനം അത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ വിമാനത്തിന് ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ 2 മണിക്കൂറോ അതിന് സഞ്ചാരമുണ്ടെങ്കിൽ അതിനിടയിൽ സഞ്ചരിക്കാനുള്ള ഇന്ധനമല്ല നിറക്കുന്നത്, അതിൻ്റെ ഇരട്ടി ഇന്ധനം നിറക്കും. കാരണം എന്ത്? അത് ആ സമയത്തിനുള്ളിൽ അത് ഉദ്ദേശിച്ചെടുത്ത് തിരിച്ചിറക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും അത് പറക്കേണ്ടതുണ്ട്. അത് ഉദ്ദേശിച്ച പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിനെല്ലാമുള്ള ഇന്ധനം, ഈ ഇന്ധനമെല്ലാം കത്തി ഭീകരമായ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാം ചാമ്പലായി. വല്ലാത്ത അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് നടന്നു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ അതാണ്. അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. വല്ലാത്തൊരു വിഷയമാണ് സഹോദരന്മാർ ഖദർ. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ തൂണായിക്കൊണ്ട് അല്ലാഹു ഖദറിനെ പഠിപ്പിച്ചു. നന്മ തിന്മകളിലുള്ള വിശ്വാസം അത് അല്ലാഹ് തീരുമാനിച്ചു വെച്ചതാണ്. അതുപോലെ നടക്കും. ഇതിൽ ആർക്കെങ്കിലും ചെറിയ ഒരു ഖലല്, ചെറിയ ഒരു സംശയമുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ പൂർണ്ണമല്ല, അവൻ യഥാർത്ഥ മുസ്ലിമല്ല, മുഅ്മിനല്ല. ഖദറിലുള്ള വിശ്വാസം അതിൽ കയറിയത് കൊണ്ടല്ലേ ചില ആളുകൾ ഒരു അപകടം പറ്റുമ്പോൾ, ഞാൻ അപ്പോഴേ പറഞ്ഞത് പോകേണ്ടതില്ലായിരുന്നു, അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ. പോയിട്ടില്ലായിരുന്നെങ്കിൽ, ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ സംസാരമാണിത്. ഇല്ലായിരുന്നെങ്കിൽ, കയറാതിരുന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ലൗ. വിശ്വാസപരമായിട്ടുള്ള കൽപ്പനയാണ്. നിങ്ങൾ ആയിരുന്നെങ്കിൽ എന്ന് പറയരുത്. ഒരു മുഅ്മിൻ, ഖദറിൽ വിശ്വസിക്കുന്ന മുഅ്മിൻ അത് പറയൂല. നിങ്ങൾ ലൗ എന്ന് പറയരുത്. ലൗ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ആയിരുന്നെങ്കിൽ. ഒരു അപകടം പറ്റിയതിന് ശേഷം മനുഷ്യൻ പറയാണ്, ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ആ ബസ്സിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ. ഒരു ബസ്സിന് കൈയ്യെട്ടി, ബസ് വളരെ ചീറിപ്പാഞ്ഞ് സ്റ്റോപ്പിൽ നിർത്താതെ പോയി. ആ ബസ്സിൻ്റെ ഡ്രൈവറെ നമ്മൾ പ്രാഗി പറഞ്ഞു. എന്നിട്ട് 1/2 മണിക്കൂർ കാത്തുനിന്ന് അടുത്ത ബസ് കിട്ടി.
അങ്ങനെ നമ്മൾ ആ ബസ്സിൽ, നമുക്ക് കിട്ടിയ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് ഒരു നിശ്ചിത ദൂരം പോയപ്പോൾ നമുക്ക് കിട്ടാത്ത ബസ് അവിടെ തകർന്ന് കുത്തി മറിഞ്ഞ് തകർന്ന് 10-15 ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയാണ്, പടച്ചോനെ ഞാൻ അങ്ങനെ അതിൽ കയറിയിരുന്നെങ്കിൽ, പറയാൻ പാടില്ല, മുഅ്മിന് പറയില്ല, ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നല്ലോ. ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് പലപ്പോഴും പറയുന്നതാണ്, ഹെൽമെറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ധരിക്കണം, എല്ലാവിധ സുരക്ഷിതത്വവും നമ്മൾ പാലിക്കണം. പക്ഷെ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, സീറ്റ് ബെൽറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, അങ്ങനെയാണോ? മുഅ്മിനത് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത് നിമിത്തമാക്കി നമ്മളെ രക്ഷപ്പെടുത്തി. കാരണം ഹെൽമെറ്റ് വെച്ചോലും മരണപ്പെടുന്നുണ്ട്, ഹെൽമെറ്റ് ഇല്ലാത്തവരും രക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാവരും മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു വരികയാണ്. കാരണം എന്താ? ഇത് ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പഠിപ്പിച്ച ഹദീസുകൾ കാണാൻ സാധിക്കും. നോക്കൂ, റസൂലുള്ളാഹി പറയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ കൊണ്ടും ശരീരം കൊണ്ടും ശക്തിയുള്ള മുഅ്മിനാണ്. ഈമാനികമായ ശക്തിയും ശാരീരികമായ ശക്തിയും. അതുകൊണ്ട് ശരീരം ഫിറ്റാണോ ശക്തിയുള്ളതാണോ എന്ന് നോക്കണം നമ്മൾ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമാകണം. വാരി വലിച്ചു തിന്നുക, അതേപോലെ തന്നെ നല്ലതല്ലാത്ത കുറേ പറ്റൂല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം ശക്തിയുള്ളതായിരിക്കണം. അവൻ്റെ ശരീരം എന്തിന് ശക്തിയുള്ളതായിരിക്കണം? അള്ളാഹു അവനെ ഇവിടെ സൃഷ്ടിച്ചതിൻ്റെ അതിലുള്ള അജണ്ട എന്താ? അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കലാണ്. അപ്പം ഇബാദത്തെടുക്കാൻ പറ്റണം. രോഗിയായി മൂലക്കിരിക്കാനുള്ളതല്ല. 5 വക്ത് നിസ്കാരത്തിന് പള്ളിയിലെത്തണം. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരും, ജിഹാദിന് ഇറങ്ങേണ്ടി വരും, മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരും. അതിനെന്ത് വേണം? നമുക്ക് ശാരീരികമായ കഴിവ് വേണം. രോഗികളെ സഹായിക്കാൻ, അശരണരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിവ് വേണം. അതുകൊണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ശരീരം നോക്കുന്ന, ശരീരം കൊണ്ട് കഴിവുണ്ടാക്കുന്ന മുഅ്മിനായിരിക്കണം. ആരോഗ്യമുള്ള മുഅ്മിൻ, നടക്കാൻ പറ്റാത്ത, അതേപോലെ തന്നെ ഒന്ന് നടക്കുമ്പോൾ തന്നെ കിടക്കണ ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, തീരെ ഒരു ശാരീരികമായ ശേഷിയില്ലാത്ത ആളുകൾ. മുഅ്മിൻ അങ്ങനെയല്ല, അവൻ്റെ ശരീരം നോക്കുന്നവനാണ്. അതിന് വേണ്ട ശാരീരിക മുറകളും അതേപോലെ തന്നെ എക്സസൈസുകളും അതേപോലെ തന്നെ ചെയ്യുന്ന ആളാണ്. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ശരീരം ശ്രദ്ധിക്കുന്ന ആളാണ്. അങ്ങനെ അവൻ്റെ ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ തേട്ടമാണ്. കാരണം അങ്ങനെയുള്ള ചുറുചുറുക്കുള്ള മുഅ്മിനത്ത്, ഒരു മുഅ്മിനായ പെണ്ണ്, മുഅ്മിനായ ആണ്, മറ്റുള്ളവർക്ക് സഹായമാകുന്ന അവരാരായിക്കൊള്ളട്ടെ, ഇപ്പം ശരീരം ശ്രദ്ധിക്കുന്ന, ശരീരം കൊണ്ട് ബലമുള്ള, അതിനേക്കാൾ അപ്പുറം ഈമാൻ ശക്തമായ ഈ മുഅ്മിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖൈറുൻ, ഏറ്റവും നല്ല മുഅ്മിനത്ത് അവളാണ്, അവനാണ്. വ അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിനും അവരാണ്. മിനൽ മുഅ്മിനിൽ ളഈഫി, ദുർബലനായ മുഅ്മിനേക്കാൾ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദുർബലനായ മുഅ്മിനേക്കാൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കഴിവുള്ള മുഅ്മിനാണ്. വഫീ കുല്ലിൻ ഖൈർ, എല്ലാത്തിലും നന്മയുണ്ട്, എല്ലാത്തിലും നന്മയുണ്ട്, എല്ലാം നല്ലതിനാണ്. എന്ത് അപകടം സംഭവിച്ചാലും, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അപകടം സംഭവിച്ചാലും എന്താണ് മുഅ്മിൻ പറയുന്നത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്തൊക്കെയാണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹ് എനിക്ക് തീരുമാനിച്ചതാണ്. ബിസിനസ് പൊട്ടി തകർന്നു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിൽ ക്ഷമിക്കാൻ സാധിക്കണം. അതിലൊരു ഖൈറുണ്ട്. മുഅ്മിനാണോ? നമ്മൾ പഠിച്ചില്ല സഹോദരന്മാരെ, സഹോദരികളെ, ഹത്ത ശൗക്കത യുഷാക്ക, ഒരു മുള്ളു കുത്തുന്നത് പോലും നിസ്സാരമായൊരു പ്രയാസം, ഒരു മാനസികമായ ടെൻഷൻ, പിരിമുറുക്കൻ, ബുദ്ധിമുട്ട്, ഇതൊക്കെ മുഅ്മിനിന് പ്രോഫിറ്റാണ്. അവൻ്റെ ഖജനാവ് അള്ളാഹു നിറക്കാണ്, അവൻ്റെ പാപങ്ങളെ അള്ളാഹു വെട്ടിമാറ്റുകയാണ്. എന്തിലൂടെ? പ്രയാസങ്ങളിലൂടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ പ്രവാചകന്മാർ. പിന്നെ ആരാ പ്രയാസം അനുഭവിച്ചത്? ഫൽ അംസലു. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഉള്ളവർ, തൊട്ട് താഴെ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക്. അള്ളാഹു അവരെ കടഞ്ഞെടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം അള്ളാഹു കൊടുത്തു, എല്ലാത്തിലും വിജയിച്ചു. അള്ളാഹു അവരെ ഒരുക്കി കാച്ചിയ പൊന്നെന്ന് പറയില്ലേ, പിന്നെ ഒരു പ്രയാസം ഒരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരലോകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണം.
ഞാൻ പലപ്പോഴും എൻ്റെ ഖുത്ബയിൽ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യനെ കണ്ടപ്പോൾ, നല്ല ആരോഗ്യമുള്ള, ദുനിയാവിന് വേണ്ടി ഓടിപ്പായുന്ന, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിനക്ക് മിൽദം വന്നിട്ടുണ്ടോ, പനി ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? അയാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പനി ബാധിച്ചിട്ടില്ല. നമ്മൾ കേട്ട ഹദീസാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പനി ഉണ്ടായിട്ടില്ല, ഒരു രോഗമില്ല എന്നർത്ഥം. തലവേദന വന്നിട്ടുണ്ടോ, ജീവിതത്തിൽ തലവേദന വന്നിട്ടുണ്ടോ, സുധാവ് വന്നിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറയും, എനിക്കൊരു സുധാവും ഇല്ല. അഥവാ നല്ല ആരോഗ്യമല്ല, നമ്മുടെ ഭാഷ പറഞ്ഞല്ല, കുറ്റുറപ്പുള്ള മനുഷ്യൻ, ഒരു പ്രയാസമില്ലാത്ത മനുഷ്യൻ. അയാൾ തിരിഞ്ഞങ്ങോട്ട് പോയി. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും ഒരു നരകവാസിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കിക്കോളി എന്ന് പറഞ്ഞു. ഞാനത് വിശദീകരിച്ചാണ് ഹദീസ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടോ, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഒരു കൗമനെ ഇഷ്ടപ്പെട്ടോ അല്ലാഹു പരീക്ഷിക്കും. സാമ്പത്തികമായി പരീക്ഷിക്കും, ശരീരം കൊണ്ട് പരീക്ഷിക്കും, മരണം കൊണ്ട് പരീക്ഷിക്കും. ഉറ്റവരുടെയും ഉടയവരുടെയും മക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും മാതാപിതാക്കളുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ മരണം കൊണ്ട് വലനബുലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കണം പ്രവാചകരെ. ആരെ? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കും. ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കണല്ലോ, എത്ര കാലമായി ഈ രോഗം കൊണ്ട് ഞാൻ നടക്കുന്നു, എന്തോ ഒരു സാമ്പത്തിക പൊട്ടി, ഒന്നൊന്ന് ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ, എന്നിട്ട് അതിൽ നിരാശനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തന്നെ മോശം വിചാരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഖൈറൊന്നും ഉണ്ടാവില്ല. ഓൻ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹിനെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ. അന ഇൻദ വന്നി അബ്ദി ബി, എന്നെ ഒരു അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാ ഞാൻ അവനക്ക് കൊടുക്കുന്ന നിലപാട്. അവനിലുള്ള നിലപാട് എൻ്റെതായിരിക്കും. ഇനി എനിക്കിപ്പോൾ ഒരു വിജയമൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഈ അസുഖമൊന്നും മാറില്ല, എന്നിട്ട് ഇടങ്ങാറാകുകയാണല്ലോ എന്നാണോ അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ വല്ലാത്തൊരു ഹദീസാണ് സഹോദരന്മാരെ. എന്താണ് ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, റഹ്മാനായ റബ്ബ് എന്തെല്ലാം ചെയ്തു എന്ന റബ്ബ്. സഹോദരന്മാരെ, ഈ റബ്ബിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം, അത് നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹ് പരീക്ഷിക്കും. ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹ് പരീക്ഷിക്കും. ഈ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് പരലോകം നന്നാകാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അത് തിരിച്ചറിയണം നമ്മൾ. എൻ്റെ പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാര്, അത് നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി പറയാണ്, ഒഫി കുല്ലിൻ ഖൈർ, എല്ലാത്തിലും നന്മയുണ്ട്. എന്തൊക്കെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് വിചാരിക്കാം, അതിലും ഖൈർ. മുഅ്മിനാണോ ഖൈറുണ്ട്. അതുകൊണ്ട് തന്നെ ഇഹ്രിസ് അലാ മാ യൻഫൗക്, അതുകൊണ്ട് ഇനിയൊന്നും ശരിയാവൂല, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകില്ല, ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങുന്നും വേണ്ട, ഇപ്പം തന്നെ കുറേ ലക്ഷക്കണക്കിന് കടം വന്നു, ഇനി അത് ശരിയാവൂല, ഇനി പഠിച്ചാൽ ശരിയാവും. അല്ല, ഇഹ്രിസ് അലാ മാ യൻഫൗക്, ഉപകാരമുള്ള കാര്യങ്ങൾക്ക് അഥവാ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്താക്കണം? അമിതമായിട്ട് അധ്വാനിക്കണം, പണിയെടുക്കണം. വെറുതെ കുതിരിക്കാൻ പാടില്ല. മുഅ്മിൻ അങ്ങനെയുള്ളവനല്ല. അധ്വാനിക്കണം, പണിയെടുക്കണം, കഷ്ടപ്പെടണം. കാരണം ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കൂടെ എളുപ്പം തരും. അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. കയറ്റമുണ്ടോ ഇറക്കമുണ്ടാകും, യാതൊരു സംശയമില്ല. ചൂടുണ്ടോ തണുപ്പുണ്ട്, അല്ലാഹു അങ്ങനെയാണ് ദുനിയാവിന് വെച്ചിട്ടുള്ളത്. തണുപ്പുണ്ട് പ്രിയമുള്ളവരെ, യാതൊരു സംശയമില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അല്ലാഹു ദീനിന്റെ അടിസ്ഥാനമാക്കി വെച്ചതല്ല, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാക്കി വെച്ചതാണ്. പ്രയാസമുണ്ടോ എളുപ്പമുണ്ടാകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഉപകാരപ്പെട്ടതിൽ നീ പണിയെടുക്കണം. വസ്തഈൻ ബില്ലാഹ്, എന്നിട്ട് അള്ളാഹിനോട് സഹായം ചോദിക്കും വേണം. ചില ആളുകളുടെ പെടാപാട് പെടും ദുനിയാവിനും വേണ്ടിയിട്ട്, ബിസിനസ്, അതേപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ, ഭയങ്കര ഓടിപ്പാച്ചിൽ, എല്ലാം സേഫാക്കി, എല്ലാം റെഡിയാക്കി. പക്ഷെ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കാര്യമില്ല. അള്ളാഹിനെ ഏൽപ്പിക്കുക, പടച്ചോനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ ഏത് സമയത്തും പ്രാർത്ഥിക്കുക, പടച്ചോനെ ജി ഏറ്റെടുക്ക്, ജി വിജയിപ്പിക്ക്. ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, എന്താകട്ടെ, ജീവിതമാകട്ടെ, മക്കളുടെ കാര്യം. സഹോദരന്മാരെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം നമ്മൾ സേഫ്. നമ്മൾ അല്ലാഹു ചെയ്യണം കൂടി നമ്മൾ ചെയ്യണ്ട, നമ്മൾ പടച്ചോനെ ഏൽപ്പിക്കുക. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹിനെ ഏൽപ്പിക്കുക. വലാ തഅജിസ് വലാ തഅജിസൻ,
നീ അക്ഷമ കാണിക്കരുത്. വൈൻ നസാബക ഷൈഉൻ, നിനക്കൊരു ദുരിതം ബാധിച്ചു, ഫലാ തഖുൽ, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നീ പറയരുത് ലൗ അന്നി ഫഅൽതു, ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ ലകാന കദാ വകദാ, ഞാൻ അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ അപകടത്തിൽപ്പെട്ടത്, ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങണ്ടില്ല, എന്നോട് പലരും പറഞ്ഞ് ഇറങ്ങണ്ട എന്നിട്ട് ഞാൻ ഇറങ്ങി, ഞാനത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടം വരൂലായിരുന്നു. അല്ല, അള്ളാഹ് നഷ്ടം വരുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ല, അള്ളാഹ് രക്ഷപ്പെടണം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അപ്പൊ ആ ഫ്ലൈറ്റിൽ കയറി ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു അയാൾ രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. ആ സ്ഫോടനത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അയാൾക്ക്. ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അള്ളാഹിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അത് ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇത് ചെയ്തത് കൊണ്ട് ഇടങ്ങാറായി എന്ന് നീ പറയരുത്. അത് എന്താണ് ഇത്? ഇപ്പോ ചില ആളുകൾക്ക് തോന്നും ഇതൊരു ഖുത്ബയിൽ ഇത്ര വലിയ കാര്യത്തിൽ പറയാനുള്ളതാണോ? ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അത് ചെയ്യാതിരുന്നെങ്കിൽ പിന്നെ എനിക്ക് വലിയ നഷ്ടം വരുമായിരുന്നു എന്നൊന്നും ഒരാൾ പറയരുതെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ഇത് ഖദറുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി പറയാണ് ലൗലൽ ബത്തതു ലൗലൽ കിലാബു ലഅതാനൽ ലുസൂസ്, ഹദീസാണ്. ചില ആളുകൾ പറയും കാവൽ നായകളെ നിർത്തിയത് കൊണ്ട് വീട്ടിൽ കള്ളം കയറിയില്ല. ഹദീസാണ് റസൂലുള്ളാഹിന്റെ എന്ന് പറയുന്ന ആളുകൾ, കാവൽ നായകളെ നിർത്തിയത് കൊണ്ട് വീട്ടിൽ കള്ളം കയറിയില്ല. അപ്പൊ എല്ലായിടത്തും വെള്ളം കയറി, എൻ്റെ വീട്ടിൽ കയറാൻ കാവൽ നായ നിർത്തി. അല്ല, അള്ളാഹു കയറണ്ടാന്ന് തീരുമാനിച്ചാണ്. പിന്നെ നമ്മളെങ്ങനെ പറയണം? അള്ളാഹു സബബാക്കി, കാരണമാക്കി. അതാണ് ഒരു മുഅ്മിന്റെ വാക്ക്. അൽഹംദുലില്ലാ, കള്ളം കയറിയിട്ടില്ല. അള്ളാഹിന്റെ തീരുമാനം അതാണ്. അള്ളാഹു കാവൽ നായയെ ഇവിടെ നിർത്താൻ, അല്ലെങ്കിൽ ഒരു നായ നിർത്തിയതൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു സബബാക്കി, അള്ളാഹു കാരണമാക്കി. കാരണം കാവൽ നായയെ നിർത്തിയിടത്തും കള്ളം കയറും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നീ അത് ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ, അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അപകടം പറ്റില്ലായിരുന്നു എന്നുള്ള രീതിയിൽ നീ പറയരുത്. വലാകിൻ കുൽ, പിന്നെ എന്ത് പറയണം? അള്ളാഹ് പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഈ ഇസ്ലാം ഈമാൻ കാര്യത്തിലെ 6ാമത്തെ നെടുന്തൂണ് ഖദറുള്ള വിശ്വാസം. ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅൽ, അള്ളാഹ് കണക്കാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് നടക്കുന്നു എന്ന് പറയണം. എത്ര അത്ഭുതമാണ് സഹോദരന്മാരെ മനുഷ്യന്റെ ജീവിതം. ഈ ഒരു ഖദറിലുള്ള വിശ്വാസം, ഉറച്ച വിശ്വാസമാണോ വലിയ സമാധാനമാണ്. കുട്ടി അങ്ങോട്ട് മരിച്ചു, വെള്ളത്തിൽ പോയി മരിച്ചു. കുട്ടി വെള്ളത്തിൽ പോയി മരിച്ചു. നമ്മളെ മാണിക്കക്കല്ല് എന്താ നമ്മൾ ഹദീസ് പഠിച്ചത്? മുഅ്മിൻ പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹ് മലക്കിനെ വിളിക്കും, എൻ്റെ അടിമയുടെ മാണിക്കക്കല്ലിന്, അവൻ്റെ കരളിൻ്റെ കഷ്ണത്തെ ഞാൻ പിടിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത്? മലക്ക് പറയും അള്ളാഹിനോട്. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടെന്നല്ല, അള്ളാഹിന്റെ സംവിധാനം എങ്ങനെയാണ്. ബന്ധ പറഞ്ഞെന്ന് അറിയാത്തോണ്ടെന്നല്ല, അള്ളാഹിന്റെ സംവിധാനം എങ്ങനെയാണ്. മലക്ക് പറയും അല്ലാഹുവേ അൽഹംദുലില്ലാ എന്നാണ് നിന്റെ അടിമ പറഞ്ഞത്. സ്വന്തം മാണിക്കക്കല്ലിനെ ഞാൻ പിടിച്ചെടുത്തപ്പോൾ അൽഹംദുലില്ലാ എന്നാ പറഞ്ഞു. അപ്പൊ അള്ളാഹ് മലക്കിനോട് പറയാം, എൻ്റെ അടിമക്ക് സ്വർഗത്തില് ഹംദിന്റെ കൊട്ടാരുണ്ടാക്കി വെക്കണം, സ്തുതിയുടെ കൊട്ടാരം എൻ്റെ അടിമക്ക് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം, അവൻ അങ്ങോട്ട് വരാനുള്ളവനാണ് എന്ന് റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാർ, എല്ലാത്തിലും ഖൈറാണ്. എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് റസൂൽ പഠിപ്പിക്കണേ, ഫഇന്ന ലൗ, നീ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ ആയത്, ഇങ്ങനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് തഫ്തഹു അമല ശൈത്താൻ, അത് ശൈത്താൻ നിന്റെ വിശ്വാസത്തെ തെറ്റിക്കാനുള്ള വാതിൽ നീ തുറന്നു കൊടുക്കണോ. ആയിക്കൂടെ ഇങ്ങനെ വരും. അള്ളാഹ് തീരുമാനിച്ചാണോ? എന്നാ പിന്നെ എന്തിനാ നമ്മൾ സ്വർഗത്തേക്ക് നരകത്തേക്ക് എന്നൊക്കെ തീരുമാനിച്ചല്ലേ? എന്നാ പിന്നെ ഇനി എന്തിനാ നമ്മളെ വെറുതെ പരീക്ഷിക്കുന്നത്, കുരങ്ങളിപ്പിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെങ്ങനെ വരാൻ തുടങ്ങും. നീ വാതിൽ തുറന്നിട്ട് ലൗ അത് പറയണ്ട, അള്ളാഹ് തീരുമാനിച്ച് നടക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ശരിക്ക് പഠിക്കുകയും ജീവിതത്തിൽ പകർത്താനുള്ളത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ.
ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാ ബിൽ മൗതി വാഇള, മരണം കാണുന്നത്, മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഉപദേശകനാണ്. അപ്പോൾ മരണം നല്ലൊരു വായിലാണ്, ഖതീബാണ് എന്നർത്ഥം. എന്താണ് വായിൽ എന്ന് പറഞ്ഞാൽ? ഖുതുബ പറയുന്ന ആൾ, വഅള് പറഞ്ഞു തരുന്ന ആൾ. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും വഅള് പറയണ്ട. മുഅ്മിനൊരു മരണം കണ്ടാൽ 10 മണിക്കൂർ വഅള് പറഞ്ഞതിനേക്കാളും എഫക്റ്റ് മുഅ്മിനുണ്ടാകും. മരണം നല്ല ഉപദേശകനാണ്. വമല്ലം യത്തഇദ ബിൽ മൗതി ഫലാ വാഇദ ലഹു, ഒരു മരണം കണ്ടു, തന്നേക്കാൾ വയസ്സ് കുറഞ്ഞവൻ, തന്നെപ്പോലെ നടന്നവൾ, തൻ്റെ കൂടെ പഠിച്ചവൾ, ഇന്ന് ഖബറിലായിട്ടും തനിക്ക് യാതൊരു കൂസലുമില്ലെങ്കിൽ അവനതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല ഉപദേശകനാണ് മരണം. ആ മരണം നമ്മളെ പിടികൂടും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ അതിഥി ഉണ്ടല്ലോ, നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെയാണ് പ്രശ്നം. മരിക്കുക എന്നുള്ള എല്ലാവർക്കും പ്രശ്നമുള്ള കാര്യമല്ല, പിന്നെയാണ് പ്രശ്നം. പിന്നെ അള്ളാഹിൻ്റെ അടുത്തേക്കാ പോക്ക്. യാലൈത്തിനി കുന്തു തുറാബ, അക്രമി വിലപിക്കണം, മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എങ്ങനെയാകാമായിരുന്നു. പക്ഷേ അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവനിലേക്കാണ് പോകുന്നത്. അതാണ് പ്രശ്നം സഹോദരന്മാരെ. മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് അക്രമി ആഗ്രഹിച്ചു പോകുന്നു. യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ. ഒരു കവി പറഞ്ഞല്ലോ, വലൗ അന്നാ ഇദാ മുത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞ്, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ ഈ പ്രയാസകരമായ ജീവിതത്തിനൊക്കെ ഒരു റാഹത്താകുമായിരുന്നു മരണം. സമാധാനമായി, അൽഹംദുലില്ലാ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്തു, എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാം അവസാനിപ്പിച്ചു എന്നാണെങ്കിൽ നല്ല സുഖമായിരുന്നല്ലോ. വലാകിന്നാ ഇദാ മുത്നാ ബുഇസ്നാ, പക്ഷേ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണത്തിന് ശേഷം വിചാരണയുണ്ട്. നമ്മൾ കവറിൽ നിന്നും എണീറ്റ് വരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ ചെയ്ത ഓരോ മൈന്യൂട്ട് കാര്യങ്ങളെക്കുറിച്ചും, നന്മയാണോ തിന്മയാണോ, വിചാരണയുള്ള കോടതിയിലേക്ക്, രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് മനുഷ്യൻ നടന്നെടുക്കുന്നത്. അതാണ് പ്രശ്നമായിട്ടുള്ളത്. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിച്ച അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ളവനാണ് ആരാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അഫ്ളലായ ഏറ്റവും നല്ല മുഅ്മിൻ ആരാന്ന് ചോദിച്ചപ്പോൾ അഹ്സനുഹും ഖുലുഖാ, സൽസ്വഭാവിയായ മുഅ്മിനാണ് ഏറ്റവും നല്ല മുഅ്മിൻ. അടുത്ത ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ബുദ്ധിമാനായ ബുദ്ധിയുള്ള മുഅ്മിൻ ആരാ റസൂലേ? ആരാണ്? നല്ല ദുനിയാവിലെ സ്കോപ്പുള്ള കോഴ്സ് എടുത്തു, നല്ല ബിസിനസ് നടത്തി, ദുനിയാവെല്ലാം ബാസുരമാക്കി, എല്ലാം പിന്നെ സേഫാക്കി, എല്ലാ സംഗതികളും അറിയുന്ന അവനാണോ? അല്ല, അവൻ പോയത്തക്കാരനാണ്. അതിൻ്റെ അർത്ഥം ദുനിയാവിലൊന്നും ചെയ്യേണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പരലോകം മറന്ന് ചെയ്യരുത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നു. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നു. അതാണ് ലോകം. അതൊരിക്കലും തീരാത്ത അറ്റം കാണാത്ത ലോകമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പണിയെടുക്കുന്നു. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും സന്തോഷകരമായ മരണം, സക്രാത്തുൽ മൗത്ത്, അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതങ്ങൾ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവനെയും നമ്മളെയും അവൻ്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار وأدخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.